ലൈഫ് ഇടയ്ക്ക് നമ്മളെ ഒരു പോയിന്റിൽ കൊണ്ടു നിർത്തും. അത് എൻ പോയിൻ്റായിട്ട് എടുക്കാം, അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫുൾ സ്റ്റോപ്പായിട്ട് എടുക്കാം. ഞാൻ അരുൺ, ഇവൻ അൻപ്, പിന്നെ അഞ്ജലി. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നെയിംസ് ഇൻ മൈ ലൈഫ്. ബട്ട് അഞ്ജലി, ഷീ ഈസ് സ്പെഷ്യൽ. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. I need to move on, Anjali. And bored. Arun. ഞാനെങ്ങനെ മൂവ് ഓൺ ആവും? അൻപിനും അറിയില്ല എന്നെ എങ്ങനെ ഓക്കെ ആക്കുന്നു. ഈ വീട്ടില് ഞാൻ അല്ലാതെ വേറെ ആരെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? പോട്ടെ, ഇത്ര നാളെ എൻ്റെ ലൈഫിൽ നീ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാ ഞാൻ വീണ പോണ ലൈഫ്. ബോർഡിങ് ആയിരുന്നപ്പോ തൊട്ട് ഒരു വശം വന്നതിന് എനിക്ക് പറയാൻ ആരുമില്ല. ഞാൻ തന്നെ തീർക്കണമൊക്കെ. ഇതെല്ലാത്തിനും ഒരു ചേഞ്ച് വേണമെന്ന് ആരാ? അഞ്ജലി. അപ്പൊ പിന്നെ അവളും കൂടി വിഷമിപ്പിച്ചാലോ? ഞാൻ എന്താ വേണ്ടേ? ഇവിടെ അവളുടെ കാല് പിടിച്ചു, എല്ലാം സംസാരിച്ച് ശരിയാക്കാന്ന് പറഞ്ഞു. നമുക്ക് പറ്റുള്ളതാണ്. അവള് പറഞ്ഞ എനിക്ക് ഭ്രാന്താണ്. ആലോചിക്കുമ്പോ ശരിയാ, അവളെനിക്കൊരു ഭ്രാന്ത. അവളെ ആണെങ്കിലും പറ്റുമോ? இல்லடா அன்பே. கவலைப்படாத, எங்கிட்ட உன்னை வந்து பார்க்குறேன்னு சொன்னேன். ஐ டோன்ட் நோ when she's going to come. ஒன்று பண்ணலாம், நீ தனியாக பார்க்காத, நம்ம சேர்ந்து அவளை போய் பார்க்கலாம். I'll talk to her. നീ സംസാരിക്കും അവളോട്. എടാ പ്ലീസ് ഡാ, നീ പേസ്. നീ പറഞ്ഞാൽ ചിലപ്പോൾ അവളെൻ്റെ അവസ്ഥ മനസ്സിലാകും. അവളെ കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഹെൽപ്പിന് നീ ഉള്ളൂടാ. നീ എന്നെ ഉണ്ടാവുള്ളൂ. എനിക്ക് നല്ലപോലെ അറിയാം. ഒന്ന് ഹെൽപ്പുണ്ട് മച്ചാ. എല്ലാവരും സംസാരിച്ചിട്ട് ഇടയിത്താ പ്ലീസ്. ഞാൻ സംസാരിക്കാം, നീ ഓക്കെ ആവുക. വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. കുറേ നാളായില്ലേ ഇഷ്യൂസ്. ഐ വിൽ ട്രൈ ടു സോർട്ട് ഇറ്റ് ഔട്ട്. ഡോണ്ട് വറി. നീ പേസ ട്രൈ പണി ആവക്കിട്ട. ഞങ്ങൾ കുറേ സംസാരിച്ചു. അവൾ സമ്മതിക്കണില്ല, പറ്റില്ല എന്ന് പറയുക. എനിക്ക് അവളുടെ ഒരു ലൈഫ് ആലോചിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും കുറെ വിളിച്ചു, ബട്ട് നോ റെസ്പോൺസ്. അങ്ങനെ തോന്നുമ്പോൾ വരാനും പോകാനൊക്കെ പറ്റുമോ? ലൈഫല്ലേ, ഇമോഷൻസിലേക്ക് അത്രയും വരെ ഉള്ളൂ. விட்றா, நம்ம பேசலாம். நீ எவ்வளோ ஜென்யூன் எனக்கு தெரியும். ஏதாவது மிஸ் அண்டர்ஸ்டாண்டிங்காக இருக்கும். டைம் வேஸ்ட் பண்ணாத, சீக்கிரமாக இறங்க. അൻപ് ഇങ്ങനെയാണ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മടിയുമില്ല. സിറ്റുവേഷൻസ് ഒന്നും വകവയ്ക്കാതെ അൻപ് എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഞാനും വിശ്വസിച്ചു, എന്തിനും കൂടെ ഉണ്ടാകും. ഐ ട്രസ്റ്റഡ് യു അൻപ്, ഈ സമയം വരെ. നല്ല ടെൻഷനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ സംസാരിച്ചാ, കാലൊരു പിടിച്ചു നോക്കി. ഇനി നീ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. ടെൻഷൻ ആവാതെ, എത് എന്തായാലും പേസി பார்க்கலாம். എടാ ഞാൻ കുറേ വിളിച്ചു നോക്കിയടാ, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഒന്ന് വിളിച്ചു നോക്കി, നോക്കി. അൻപ് ഷോക്ക്ഡ് ആണ്. അൻപിനുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. கொலை பண்ணிட்டு இருக்கிறாடா. எவ்வளவு பிரச்சனை ஆகுது தெரியுமா உனக்கு? You fucking kill her, man. She's no more in your life, or she doesn't have a life anymore. പൈത്യമാടാ നീ. പൈത്യമാ? ഞാനാ?
അപ്പടി ചൊല്ലാതെ അൻപേ, പൈത്യെന്ന് പറയല്ലേ. അങ്ങനെ പൈത്യമായിട്ട് ഇഷ്ടപ്പെട്ടതാ അവ കാണാൻ പറ്റിയൊരു കുറവ്. അത് ഇഷ്ടപ്പെടുന്ന എന്നെ വിട്ടിട്ട് വേറെ ആളോട് ജീവിക്കേണ്ടത് എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഞാൻ തയ്യാറല്ല. ഞാൻ അവളുടെ ലൈഫിൽ നിന്ന് പോയതിനു ശേഷം പിന്നെ വരുന്ന ആരെങ്കിലും ഞാൻ ഹാപ്പി ആക്കിയതിനേക്കാൾ കൂടുതൽ ഇവിടെ ഹാപ്പി ആക്കിയ എനിക്ക് സഹിക്കാൻ പറ്റൂ? ഇപ്പം ഈ ലോകത്ത് ഇവിടെ ഏറ്റവും സ്നേഹിക്കുന്നത് ഞാനായിരിക്കും. അതാരും മറികടക്കണത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്കിഷ്ടമല്ല. ഞാൻ ഇല്ലേ, പിന്നെ നമുക്ക് വേറെ ആളെന്തിനാ? എടി, ഞാൻ വിളിച്ച് റെസ്പോണ്ട് ചെയ്യണോ നോക്ക്. ഇപ്പോൾ എൻ്റെ കൂടിയില്ല എന്നൊക്കെ തോന്നുന്നു. ഇത്ര അടുത്തുണ്ടായിട്ട് റെസ്പോൺസും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞു, അപ്പോഴും പറ്റില്ല. I can't handle a rejection. I can't live without her. I think I'm driven by another force. Force of love. Force of addiction. Force of attraction. Force of madness. നീ കരയല്ല അൻപേ. എന്നെ പോലെ നിന്നെ ഇത്രയും വാലി ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ വേറെ ഉണ്ടാവില്ല. അതെനിക്ക് ഉറപ്പാ. ഐ വിൽ ബി ദേർ ഫോർ യു. എല്ലാത്തിനും. Until I die or until you die. എൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം എനിക്കെതിരാണ്. വൈ? അവൻ എൻ്റെ കൂടെയല്ല നിൽക്കേണ്ടത്. എന്തിനും കൂടെ നിൽക്കുമെന്ന് കരുതിയവർ ഓരോന്നായി കൈവിട്ടു പോകുക. ഞാൻ ഒറ്റയ്ക്കാണോ അഞ്ജലി? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. നീ എന്തിനാ ഞാൻ ഒറ്റയ്ക്കായിട്ട് പോകുന്നത്? നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നീ എന്നെ അത്രയ്ക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് നീയല്ല ഉള്ളൂ. மேடாடா எப்படி நார்மலாக இருக்க முடியும்? உன் லைஃபே தீர்ந்துரும்டா. நான் நினைச்ச மாதிரியே இல்லை நீ. உனக்கு என்ன ஆகுறதுனே புரிய மாட்டேங்குது. உன் லைஃப் இப்படி ஸ்பாயில் பண்ணிட்டேடா நீ. അൻവേ, ഒരു കാര്യം ചോദിക്കട്ടെ? എനിക്ക് ഭ്രാന്തുണ്ട്. സത്യം പറയാ, ഉണ്ടോ? ഭ്രാന്തല്ല, യോ ഫൈൻ. ബട്ട് ഇപ്പം നീ പണ്ടതല്ല. It's not normal. Like you're not in your control. எனக்கு பயமா இருக்கு. അപ്പൊ കൺഫേം ആ പൈത്യം അതുതാ. ഞാനും വിചാരിച്ചു എന്താ എനിക്കിങ്ങനെ എന്തൊക്കെയോ പോലെ തോന്നുന്നൊക്കെ. ഇപ്പോഴല്ലേ മനസ്സിലായേ. എൻ്റെ ഇമോഷൻസിന് ആരും വിലക്കായിരിക്കുമ്പോൾ ഞാനെങ്കിലും വാല്യൂ ചെയ്യണ്ടേ? ആർക്കും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും എനിക്ക് എൻ്റെ ഇമോഷൻസിന് വിലയുണ്ട്. അൻപൻ്റെ ഉള്ളിലും ഞാൻ മരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഹേറ്റ് മാത്രമായിരിക്കും. അറ്റ് ലാസ്റ്റ് ഞാൻ തുടങ്ങിയിടത്ത് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐ
എണീറ്റിക്ക് വെച്ച്. ஹலோ 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 சொல்லுடா. ஹலோ வேற அருண் 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 எதுக்குடா கால் பண்ண? ഏയ് ടെൻഷൻ, സിഗരറ്റ്, തലവേദന. അയിനോ ഞാൻ നേരത്തെ പോകൊണ്ടിരിക്കേ. എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അവൾ ലൈഫിൽ നിന്ന് പോയി, നീയും പോവല്ലേ. നീ പൊക്കോ, ഇവിടെ നിൽക്കണ്ട. നീ ഇവിടെ വന്നതും പോയതും ഒന്നും ആരും അറിയില്ല. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലടാ. പൊക്കോ, 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 പോടാ, പോ, പൊക്കോ. അൻപിന് നല്ല പേടിയുണ്ട്. ജയിൽ, പോലീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അതാണ് അവൻ എന്നെ ഒറ്റയ്ക്കാക്കി പോകുന്നത്. എനിക്കും പേടിയാണ്. ജയിൽ, പോലീസ്, ഇതെല്ലാം. പക്ഷേ അൻപെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ്. അൻപെൻ്റെ കൂടെ ഉണ്ടാവും. അവള് പോയി, നീയും പോവാ. പക്ഷെ നിനക്ക് ഒറ്റയ്ക്കായിട്ട് പോകാൻ പറ്റുമോ? നിനക്ക് പറ്റിയാലും എനിക്കതെങ്ങനെ പറ്റും? അൻവേ,